മാഷേ, മാതാ അമൃതാനന്ദമയി ദേവി നൽകുന്ന ഊർജം, അവരുടെ സാന്നിധ്യം നൽകുന്ന ഊർജം നിസ്സാരപ്പെട്ടുള്ള കാര്യമല്ല. പല പ്രമുഖരായിട്ടുള്ള ആളുകളും, രാഷ്ട്രീയക്കാർ, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഈ അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോൾ സതീശനും നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി VD സതീശനും ആ അനുഭവം നേരിട്ടറിയാനായിട്ട് അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയി ദേവിയെ കാണാനായിട്ട് കഴിഞ്ഞ ദിവസം സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം നെറ്റിയിൽ ഒരു കുറിയൊക്കെ തൊട്ടിട്ടുള്ള ഒരു ചിത്രമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. കുറേയധികം ആളുകൾ അതിനെ സ്വീകരിക്കുന്നു. എന്നാൽ മറ്റ് ചില ആളുകൾ അതിശക്തമായിട്ടുള്ള വിമർശനമാണ് സതീശന് നേരെ ചൊരിയുന്നത്, VD സതീശന് നേരെ ചൊരിയുന്നത്. എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അദ്ദേഹം നെറ്റിയിൽ കുറി തൊടാൻ പാടില്ലേ? എന്താണ് അവരുടെ വിമർശനം? എന്താണ് വിമർശനം എന്ന് പറയുന്നത്? എന്തിനാണ് സതീശൻ ഇത്തരത്തിൽ തിണ്ണ നിറങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ പല ദിക്കിലുകളിലും കാണുന്നൊരു വിമർശനം. ഒരു മൃദു ഹിന്ദുത്വത്തിലേക്ക് സതീശൻ പ്രവേശിക്കുകയാണ് എന്നൊരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അത് മൂകാംബികയിൽ അദ്ദേഹം വിസിറ്റ് ചെയ്തപ്പോഴും ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വളരെ നല്ല ചുട്ട രീതിയിലുള്ള മറുപടിയും ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി മുമ്പോട്ട് വെച്ചിട്ടുണ്ടായി. ഇറ്റ് ഈസ് മൈ ഫണ്ടമെൻ്റൽ റൈറ്റ്. നിങ്ങൾ ആരാണ് ചോദ്യം ചെയ്യാൻ? ഞാൻ ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല. അങ്ങനെ ക്ഷേത്രത്തിൽ പോകുന്നവരെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ, അവരെ മൃദു ഹിന്ദുക്കളാക്കിയിട്ട് നിങ്ങൾ ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ, ക്ഷേത്രത്തിൽ പോകുന്ന എല്ലാവരെയും നിങ്ങൾ അപമാനിക്കില്ലേ? ഇവിടെ ഈ കൂടിയിരിക്കുന്നതിൽ എത്ര പേര് ജുമാ നമസ്കാരത്തിന് പോകുന്നുണ്ട്, അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നുണ്ട്? അവരെയൊക്കെ നമ്മളിങ്ങനെ ചിത്രീകരിക്കാൻ പാടുണ്ടോ? ഓരോരുത്തരുടെ വിശ്വാസമാണല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സതീശന് നെഹ്റുവിയൻ ലെഫ്റ്റ് ആയതുകൊണ്ട് വിശ്വാസിയാവാൻ പാടില്ല, അമ്പലത്തിൽ പോകാൻ പാടില്ല, കുറി തൊടാൻ പാടില്ല, ഇങ്ങനെ ഒരു നിയമമുണ്ട് യഥാർത്ഥത്തിൽ. ഈവൻ ചില കോൺഗ്രസ്സുകാർ പോലും വിമർശിക്കുക, നെഹ്റുവിയൻ ലെഫ്റ്റ് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അങ്ങനെ ഉണ്ടോ മാഷേ? അല്ലേ, ഇന്ന് തമാശ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സമൂഹം എന്താണ് എന്ന് തിരിച്ചറിയാതെ നമ്മൾ ഈ കാര്യത്തിൽ വിമർശനം നടത്തുന്നതിൽ കഥയില്ല. സതീശൻ വലിയ ഭക്തനാണെന്ന് എല്ലാവരോടും പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമല്ല. ശബരിമലയിലൊക്കെ അദ്ദേഹം പോകുന്നു. ശബരിമലയിൽ മാത്രമല്ല, മൂകാംബികയിൽ പോകുന്നു. എവിടെയൊക്കെ ഏത് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടോ അവിടേക്ക് പോകും. ഏത് പള്ളിയുണ്ടോ ആ പള്ളിയിലേക്ക് പോകും. എല്ലാ സ്ഥലത്തും പോകും. ഗുരുവായൂർ പോകുന്നു. അത് ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു മതേതര സ്വഭാവത്തിൻ്റെ ഭാഗം കൂടിയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിലേക്ക് എത്തുന്ന ആളുകൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ആ മതങ്ങൾക്ക് അവർ നൽകുന്നതായിട്ടുള്ള വലിയ അംഗീകാരമായിട്ടാണ് പലപ്പോഴും കണക്കാക്കപ്പെടുന്നത്. നോക്കൂ, നരേന്ദ്രമോദി വന്നാൽ നേരെ അമൃതാനന്ദമയി അടുത്ത് പോകില്ലേ? അതിനാരും വിമർശിക്കാറില്ല. കാരണം അതൊരു BJP ലൈനാണ് എന്നുള്ളതാണ്. അപ്പോൾ സതീശൻ പറയുന്നത് അമൃതാനന്ദമയിനെ എന്തിനാണ് BJPക്ക് വിട്ടുകൊടുക്കുന്നത്? അമൃതാനന്ദമയി നമ്മളുടെ ആളാണ്, അമൃതാനന്ദമയി കോൺഗ്രസ്സാണ് എന്ന് ഉള്ള ഒരു വ്യാഖ്യാനം കൂടി അതിനകത്ത് സതീശൻ്റെ ഒരു യുക്തി എന്ന് പറയുന്നത് ഈ അഡ്വക്കേറ്റ് യുക്തിയാണ് ശരിക്കും. അതപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, സാധാരണ ആളുകളുടെ മുന്നിലേക്ക് വെക്കുക. അമൃതാനന്ദമയിനെ നരേന്ദ്രമോദിക്ക് വിട്ടുകൊടുക്കുന്നില്ല, ഞാനെടുക്കുകയാണ്, ഞാനും പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റ് പലരും പറയുന്നത് പോലെ BJPയുടെ മുനയൊടിക്കുകയല്ലേ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. ആ മുനയൊടിക്കലും മുന വളർത്തലും എന്തൊക്കെ ആകാം. നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഈ രീതിയിലൊക്കെയാണ് വ്യാപിക്കുന്നതെന്ന് മാത്രം. മുൻ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അമ്മയ്ക്കൊരു മുത്തം കൊടുത്തിട്ടുണ്ട്, അമൃതാനന്ദമയി അമ്മയ്ക്ക്. അതെ, ആവട്ടെ. അതിനെന്താണ് ഞാൻ പറയുന്നത്? മതത്തിൻ്റെ കാര്യങ്ങൾ മതത്തിൻ്റെ മേഖലയിൽ നിന്ന് മതത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ചർച്ച ചെയ്യുക. രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ തലത്തിൽ നിന്ന് രാഷ്ട്രീയമായിട്ട് ചർച്ച ചെയ്യുക. അതൊന്നും ഈ കേരളത്തിൽ സാധ്യമായ കാര്യങ്ങളല്ല. ഇതെല്ലാവരും കൂടി കഴിഞ്ഞ് കിടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ്. ഇപ്പോൾ സതീശൻ കുറച്ച് മുമ്പ് എന്ന് പറഞ്ഞതിനിടയിൽ നമ്മുടെ തങ്ങളുടെ അവിടെ ആയിരുന്നല്ലോ, കുറച്ച് ദിവസം അവിടെയായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലായിടത്തും നടക്കുന്ന പോലെ പള്ളിയിൽ എല്ലാ സ്ഥലത്തും സതീശൻ നടക്കുമ്പോൾ സതീശൻ്റെ ഒരു ലക്ഷ്യമുള്ളൂ, അവരെ സതീശൻ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ, ഞാൻ നിങ്ങളുടെ ആളാണ് എന്ന് ബോധ്യപ്പെടുത്താൻ. അവരെല്ലാവരും സതീശൻ്റെ ആളായിരിക്കണം എന്നുള്ളതാണ് സതീശൻ്റെ കാഴ്ചപ്പാട്. സതീശൻ അങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അത് സതീശൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള വിജയമായിട്ട് മാറിത്തീരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സതീശന് വോട്ട് കിട്ടുന്നതും അങ്ങനെയാണ്. അപ്പോൾ സതീശൻ ഞായറാഴ്ചകളിലൊക്കെ മണ്ഡലത്തിലാണ്, അവിടെ മരിച്ച ആളുകളുടെ വീടുകളൊക്കെ പോകും പുള്ളി. ഒരു കാര്യവും വേറെ പ്രത്യേകിച്ച് ചെയ്തില്ലെങ്കിൽ പോലും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ബന്ധങ്ങൾ വെച്ചിട്ടാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, വിലയിരുത്തലുകളൊക്കെ നടക്കും. അല്ലേ? അതാണല്ലോ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം.
അപ്പോൾ ആ രീതിയിൽ ഉള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് പുള്ളി എന്ത് ചെയ്യുന്നത് ഈ കാര്യത്തിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ NH-66 എന്ന് പറയുന്ന റോഡ് മനുഷ്യന് സഞ്ചരിക്കാൻ പറ്റാത്ത തരത്തിൽ മാറിക്കിടക്കുകയാണ്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമാകുന്നത് എന്താണ്, ഈ വീട്ടിലുള്ള സന്ദർശനമാണ്. മരിച്ച വീട്ടിലേക്ക് മുഖ്യമന്ത്രി എത്തി എന്ന് പറയുന്നത് അവർ വലിയ കാര്യമായിട്ടാണ് എടുക്കുന്നത്. അല്ല, ഇവിടെ എന്താണ്, ഇത് മാതാ അമൃതാനന്ദമയി ദേവിയോടൊരു വെറുപ്പ് കേരളത്തിൽ പൊതുവേ ഉണ്ട്. കുറച്ച് ആളുകൾക്കിടയിൽ അവരുടേതായ വിമർശനങ്ങളായിരിക്കാം, മറ്റു കാര്യങ്ങളായിരിക്കാം. ആ വെറുപ്പും കൂടി ഇതിൻ്റെ ഭാഗത്ത് ഈ സതീശന് മേലുള്ള വിമർശനങ്ങളായിട്ട് ഉയരുന്നുണ്ട്. ഇപ്പം അമ്മ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിന് മതമല്ല, ഇപ്പം ഒരു വിശുദ്ധമായ സങ്കല്പമാണ് അമ്മ എന്ന് പറയുന്നത്, മതത്തിന് അതീതമായിട്ടുള്ളൊരു സങ്കല്പമാണ്. അങ്ങനെ ഒരു സങ്കല്പമാണ് യഥാർത്ഥത്തിൽ മാതാ അമൃതാനന്ദമയി ദേവി മുമ്പോട്ട് വെക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അവർക്ക് ജാതി മതഭേദമന്യേ നിരവധിയായിട്ടുള്ള ഫോളോവേഴ്സ് ഉണ്ട്, വിദേശത്ത് നിന്നുള്ള നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ തങ്ങൾമാരിലോ അല്ലെങ്കിൽ മറ്റു ആളുകളിലോ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സംഗതി നമുക്ക് കാണാനും പറ്റില്ല. അല്ല, ഇത് അതിൻ്റെ കൂടെ വെച്ചപ്പോഴും നമ്മൾ കണക്കാക്കുന്ന ആൾ ദൈവങ്ങൾ എന്ന് പറയുന്നത്, ആൾ ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ദൈവം കൂടിയാണ് മാതാ അമൃതാനന്ദമയി. അപ്പോൾ ഇത് രണ്ടായിട്ട് തന്നെയാണ് സമൂഹം കാണുകയും രണ്ട് തരത്തിൽ തന്നെ അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അനുകൂലമായ നിലപാടുകൾ, എതിർപ്പിൻ്റേതായിട്ടുള്ള നിലപാടുകളും ഒക്കെ വരുന്നത്. അതൊക്കെ ഓരോരുത്തർക്ക് അവരുടെ രാഷ്ട്രീയത്തിൻ്റെയും അവരുടെ രീതികൾക്കും അനുസരിച്ച് എന്ത് ചെയ്യുക, തീരുമാനിക്കാമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആൾ ദൈവങ്ങളെ അംഗീകരിക്കുന്ന ഒരാളൊന്നുമല്ല. നമുക്കതിൽ താല്പര്യവുമില്ല. ആൾ ദൈവങ്ങളെ അംഗീകരിക്കുന്ന ആൾക്കാരെ അവരെ അംഗീകരിച്ചോളട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കേരളത്തിൽ മാതാമൃതാനന്ദമയിയും മാതാനന്ദമയി ബന്ധപ്പെട്ട സംഘങ്ങളെ കൂടി രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അതൊരു വലിയ ശൃംഖലയാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ രവിശങ്കർ വേറെ ഒരു മേഖലയിൽ ഇതേപോലെ തന്നെ വലിയ ആൾക്കൂട്ടങ്ങളെ നിർമ്മിക്കുന്ന ഒരു സംവിധാനം. അങ്ങനെ പല മേഖല, ഈ മനുഷ്യൻ്റെ എന്ന് പറയുന്നത് സൈക്കോളജി, എൻ്റെ മനസ്സ് എന്ന് പറയുന്നത് പല മേഖലകളിലാണ് വ്യാപരിക്കുന്നത്. ചിലവരുടെ രാഷ്ട്രീയ മേഖലയിലായിരിക്കും, ചിലവരുടെ മതത്തിലായിരിക്കും, ചില ആൾക്കാരുടെ തന്നെ ആൾ ദൈവങ്ങളിലായിരിക്കും. അങ്ങനെ പല മേഖലകളിലേക്കും അതിങ്ങനെ വിസ്തൃതമായി പരന്നു കിടക്കുകയാണ് ചെയ്യുന്നത്. ഓരോരുത്തർക്ക് താല്പര്യമുള്ള മേഖലകളിലേക്ക് അവരവർ പോകട്ടെ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് നമ്മളതിൽ അവരെ എതിർക്കുന്നതിലൊരു കഥയില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണല്ലോ. നിങ്ങൾക്കതിനെ എതിർക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്കതിനെ അനുകൂലിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എതിർക്കുന്നവരെ എതിർക്കട്ടെ, അനുകൂലിക്കുന്നവരെ അനുകൂലിക്കട്ടെ. പക്ഷേ ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തികൾ എന്താണ് എന്ന് നിരീക്ഷിക്കാനുള്ള ഒരു അവകാശം നമുക്കുണ്ട്. അത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ തരത്തിലുള്ളൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് അദ്ദേഹം വളരെ വിദഗ്ധമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതല്ലാണ്ട് അതിൻ്റെ അകത്ത് വേറെന്തെങ്കിലും പ്രത്യേകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ലീഡറായതിൻ്റെ പേര് പൊളിറ്റിക്സിലേക്ക് ഇങ്ങനെ ആമുക്തനായിരിക്കുന്ന ആളുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് അതിനെ കാണേണ്ടത്. ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി. അതല്ലാണ്ട് അതിൻ്റെ അകത്തൊരു ഭക്തിയില്ല. കുറി തോടുന്നിടത്ത് പോലും അതൊരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ആയിട്ടായിരിക്കും സതീശൻ എന്ത് ചെയ്യുന്നത്, കരുതുന്നത് എന്നാണ് ഞാൻ കണക്ക്. പള്ളിയിൽ പോയിട്ട് അവർക്കൊപ്പം നിൽക്കുക, അതുപോലെ പാണക്കാട് പോയിട്ട് വലിയ സഹവർത്തിത്വം ഉണ്ടാക്കുക, ഇതൊക്കെ ചെയ്യുന്നതിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പുള്ളിക്ക് അതിനാണ് പ്രാധാന്യമുള്ളത്. മറ്റുള്ളവരെ പല ആംഗിളുകളിൽ നിന്ന് നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ നാട്ടിലുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതസൗഹാർദ്ദമാണ്. ഇപ്പം ഇസ്ലാം, ക്രിസ്ത്യൻ മത ആചാര്യന്മാരൊന്നും ഈ മതവെറുപ്പ് യഥാർത്ഥത്തിൽ പ്രചരിപ്പിക്കുന്നില്ല. നമ്മളുടെ നടേശനെ പോലെ, വെള്ളാപ്പള്ളി നടേശൻ വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. LDFന് വലിയ തിരിച്ചടിയായി. മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്ന ഒരു നേതാവായി മാറുകയായിരുന്നു. നമുക്ക് മാതാമൃതാനന്ദമയി ദേവിയും ആ ഒരു സങ്കല്പത്തെ അവരങ്ങനത്തൊന്നും പറയാത്ത ഒരു ആളുമാണ്. അപ്പോൾ ഇവരെയൊക്കെ ഈ യഥാർത്ഥത്തിൽ മതസൗഹാർദ്ദവും സ്നേഹവും പ്രചരിപ്പിക്കുന്നവർ, അവർ ഏത് മതത്തിലെ ആചാര്യന്മാരായാലും കൂടെ ചേർത്ത് നിർത്തുക എന്ന് പറയുന്ന ഒരു സംഗതി തന്നെയാണല്ലോ ഒരു നേതാവ് കാണിക്കേണ്ടത്. അല്ല, അവരങ്ങനെ പ്രവർത്തിക്കുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തന മേഖലയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിന് വളരെ സഹായകരമായിത്തീരുന്നത്. അതാണ് സതീശൻ ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുറേ കഴിയുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ അടുത്തും സതീശൻ പോകും. കാരണം അതിൻ്റെ ഒരു ആംഗിൾ ഇത്രയേ ഉള്ളൂ. സുകുമാരൻ നായരുടെ അടുത്തും പോകും, ആരുടെ അടുത്തും പോകും. കാരണം എന്ന് വെച്ചാൽ എല്ലാവരുടെ അടുത്തും
അദ്ദേഹത്തിൻ്റെ ഒരു ലൈൻ ഇതാണ് എന്ന് പ്രഖ്യാപിക്കലായിരിക്കും. അല്ല, പക്ഷേ വെള്ളാപ്പള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് ഒരു വെറുപ്പിന്റെ ആശയമാണ്. അതെ, ആരാണ് അത്തരം വെറുപ്പുകൾ ചുമക്കാൻ തയ്യാറാണോ? ആരും ഉണ്ടാവില്ല. വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയും വെറുപ്പ് വിതരണം ചെയ്യുകയും ചെയ്യുന്നവർ സമൂഹത്തിൽ നിരന്തരമായിട്ട് അസ്വസ്ഥത ഉണ്ടാക്കുന്നവരുമാണ്. ശ്രീനാരായണ ഗുരു പ്രചരിപ്പിച്ച അതിനൊരു അംഗീകാരം കിട്ടാനുള്ള സാധ്യതയില്ല. അല്ലെ, നാരായണ ഗുരുദേവൻ പ്രചരിപ്പിച്ച വിശുദ്ധ സ്നേഹമൊന്നുമല്ല വെള്ളാപ്പള്ളിയുടെ വായിൽ നിന്ന് വരുന്നത്. അല്ല, ശ്രീനാരായണ ഗുരുവിനെയൊക്കെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പുതിയ കാലത്തെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം. അത് നമുക്ക് അങ്ങനെയാണെന്ന് പറഞ്ഞ് നടക്കാമെന്ന് മാത്രമേ. വി.ഡി. സതീശൻ ശിവഗിരിയിൽ സന്ദർശിച്ചപ്പം പറഞ്ഞത് ശ്രീനാരായണ ഗുരുവിന്റെ സങ്കല്പത്തിലുള്ള കേരളമാണ് UDFന്റെ ലക്ഷ്യം. അതൊക്കെ അങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക് അദ്ദേഹം നടക്കുകയാണോ? അതെല്ലാം വാചകടികളുടെ ഭാഗം മാത്രമായിട്ട് ഞാൻ കണക്കാക്കാറുള്ളൂ. കാരണം അത് അങ്ങനെ പറയണം, അല്ലെങ്കിൽ പിന്നെ അവരെന്തിനാണ് അവിടെ പോകുന്നത്? ശിവഗിരിയിൽ പോകുന്ന സമയത്ത് അങ്ങനെ അല്ലാണ്ട് വേറെ എന്താ പറയാൻ പറ്റുക? അതങ്ങനെ പറയുന്നു. അതായത് മതസൗഹാർദ്ദത്തിന്റെ, അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മതസൗഹാർദ്ദത്തിന്റെ, മതങ്ങൾ തമ്മിൽ സഹോദരത്തോടുകൂടി ഐക്യത്തോടുകൂടി നിൽക്കുന്ന ഒരു കേരളം. മനുഷ്യനെ കൂടുതൽ പരിഗണന നൽകിയാൽ ഇത്തരം കാര്യങ്ങളൊക്കെ അപ്രസക്തമായി തീരും. നിങ്ങൾ മനുഷ്യനെ സ്നേഹിക്കും. ആ മനുഷ്യനെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പക അല്ലെങ്കിൽ പകയുടെ പുക വമിപ്പിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്.